വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ലെന്ന് ഞാൻ പറയൂ. കാര്യങ്ങളൊക്കെ പറയാൻ സമയമാകുന്നവരെ നമ്മൾ തമ്മിൽ വലിയ ശത്രുക്കളായിട്ടിരുന്നാൽ മതി. ഒക്കെ പറഞ്ഞവരെ സമാധാനമായി. തമ്പ്രാൻ ചേട്ടാ കൈയും കാലും ഒക്കെ ഉണ്ടേ? അതല്ല, ആ പെണ്ണെവിടെ? അതുകൊണ്ടേ എന്റെ മണിക്കുട്ട, നീ ഇങ്ങെത്തിയോ? എന്റെ ഉള്ളിൽ തീയായിരുന്നു. നാക്ക് വളച്ച നുണ പറയുന്ന ഈ കള്ളം പറയുന്നത് വല്ലതും വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ എന്തോരം നേർച്ചയാ നേർന്നേ. ഞങ്ങളും ഒരു നേർച്ച നേർന്നേ പറ്റിയ അബദ്ധ എല്ലാം പറഞ്ഞേട്ടാ. അല്ല, ഇതാരാ? ഇവളുടെ കാര്യം ഒന്നും എന്റെ അടുത്ത് ചോദിക്കണ്ട, പിടിച്ച് കയറ്റിയെടുത്ത് ചോദിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ ശ്രീകൃഷ്ണൻ പറഞ്ഞു. മുഴുവനും പറഞ്ഞോ? ഞാൻ എല്ലാം പറഞ്ഞു. എന്നാ ഇപ്പൊ ഇവള് പറയുന്നതും കൂടെ കേട്ടോണ്ടാട്ടെ. പോകാനൊരിടമില്ല, അതുകൊണ്ട് എന്തെങ്കിലും വേല ചെയ്ത് ഇവിടെ നിന്നോളാന്ന്. ഇത് സത്രമാണല്ലോ, വരുന്നവരെയൊക്കെ കയറ്റി പൊറപ്പിക്കാൻ. വണ്ടി നിറക്കി വിടാൻ ഞാൻ പഠിച്ച പണി 18 നോക്കിയാ. അല്ല പോലെ കയറി പിടിച്ചിരിക്കുക. മോന്ത നോക്കി ഒറ്റ തൊഴി വെച്ച് കൊടുക്കാനാ തോന്നുന്നു. പാവം കുട്ടിയാ പെങ്ങളെ. നമുക്കിവിടെ എന്തെങ്കിലും ഒരു കുട്ടി കരയൊന്നും വേണ്ട, ഇവിടെ നിന്നോളൂ. എന്താ ഇതിന്റെ ജാതി? നമ്മുടെ ജാതി തന്നെ. അതും പറയാൻ ചേട്ടൻ അങ്ങനെ അറിയാം? ഞാനൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അച്ഛൻ ഗോവിന്ദൻ നായര്, അമ്മ അവൻ ചോക്കുട്ടി. നീ മുടക്കൊണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണമൊക്കെ ഉണ്ട്. ഇവിടെ അകത്തൊരാളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. കുട്ടി വന്നോളൂ. പിന്നെ ഇങ്ങനെ ഓരോ ചന്തയ്ക്കും കള്ളു കുടിച്ച് ഓരോ പ്രശ്നമാ. ഒന്നുകിൽ നീ കള്ളുകുടി നിർത്തണം, ഇല്ലെങ്കിൽ ചന്തയ്ക്ക് പോക്ക് നിർത്തണം. അയ്യോ, എന്റെ പൊന്നു പെങ്ങളാണ് ഞാൻ. വേണ്ട 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 വേണ്ട, നീ സത്യം ചെയ്തേ എനിക്ക് എന്റെ തല ഇപ്പൊ പൊക്കാൻ വയ്യാണ്ടായി. മണിക്കുട്ടാ, നീ ഇങ്ങനെ വന്നേ. നീ ചുമ്മാതിരി. നീ ഇവന്റെ തലേ കൈവച്ചേ. കൈ വെക്കാൻ കുടിക്കില്ല എന്ന് പറ. ഇനി മേലെ കുടിക്കില്ല. എന്തോന്ന്? കള്ള്. ഇനി ഇവനെങ്ങാനും കുടിച്ച നിന്റെ തലയിലായിരിക്കും ഇടുത്തി വീഴുക, ഓർത്തോ? കുട്ടി വന്നോളൂ. ചേട്ടാ, എന്റെ തല എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല. ബാറോ മുരുക, ബാറോ. ശ്രീകൃഷ്ണന് ചീട്ട് തകർത്തു കൊടു. ಹಲ್ಲು ಚೆನ್ನಾಗಿದೆಯಾ? ಎಷ್ಟು ಪಲ್ಲೆ ಸರಿಯಾ இருக்குதுங்க. நீங்க வேணா பாருங்க, எண்ணி பாருங்க. பாருங்க, ಚೆನ್ನಾಗಿದೆಯಾ? நல்லா இருக்குங்க. தட்டையில தான் கொடுக்கும். இல்ல கொடுக்க மாட்டேன். என்ன நீங்க தட்டைன்னு சொல்லிட்டு. ഇത് കാളയല്ല, ആനയാ. ഒരാനയല്ല, 5 ആന. 5 ആനയിലെ പണിയെടുക്കുന്ന ഇരുമ്പങ്കാള, കാറ്റാങ്കുറിച്ചിക്കാള, മാടമ്പി ശ്രീകൃഷ്ണൻ തമ്പുരാന്റെ മുത്തുക്കാള. വായി തുറന്ന് നോക്കി മൈതാനം പോലത്തെ നെറ്റി കണ്ടോളി, ചക്കച്ചോള പോലത്തെ, തുമ്പപ്പൂ പോലത്തെ പല്ല് കണ്ടോളി, 8 പല്ല് കണ്ടോളി. നിനക്കണ പൊണ്ണ് തന്നെ കിടക്കും. പക്ഷെങ്കില് കർക്കിടകക്കാറ് പോണവരെ ഈ കാര്യം ആരോടും മിണ്ടണ്ട. എന്താ? വാവ് കഴിഞ്ഞാല് പൊന്നും പണ്ടമൊക്കെ വാങ്ങിച്ചോളി. പക്ഷെങ്കില് പൊണ്ണു കിട്ട പോലും വാ കൊണ്ട് മിണ്ടണ്ട. വാ ഉണ്ടല്ലോ, പ്രശ്നം കൊണ്ടാവും മിണ്ടുന്നേ. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എഴുതി ചോദിച്ചോളി. തത്തമ്മ അങ്ങനെയാണ് പറയണത്. ഇപ്പൊ പുറത്തറിഞ്ഞാല് തമ്പുരാൻ നിനക്കിന് പൊണ്ണ് വേറെ കേക്ക് പോവും. അത് ശരി. അവളുടെ വീട്ടുകാർക്ക് അത്ര താല്പര്യം കാണില്ല. തത്തമ്മ പറഞ്ഞു, ഇമ്മയ്യ പറഞ്ഞു. താത്തമ്മ പറഞ്ഞാലോ അച്ചട്ട തമ്പ്ര? ഞാനോട് പറഞ്ഞാലോ മുറക്ക് നടന്നിരിക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കായത്തിന് ഉണ്ടല്ലോ അണ്ണയ്യ, കൂട്ടിയച്ചോ. നമ്മളെ മംഗലത്തിന് വേണം. ഈ കാശ് വേണമെങ്കിൽ നീ തമ്പ്രാനെ കെട്ട്. ഇത് അങ്ങേരുടെ തമ്പ്രാൻ തത്തേന്റെ അടുത്തുണ്ട്. സത്തേ? ആ, തിമ്മയ്യന്റെ തത്ത. തത്ത പിന്നെയും പറഞ്ഞു നമ്മളെ മംഗലം നടക്കും. ഊരിലെല്ലാരും എന്താ പറയണെന്നറിയാ? അണ്ണയ്ക്ക് ഞാളെ പോലെ രണയെ കിട്ടൂലെന്ന്. ചുന്ദരനും ചുന്ദരി. നിന്ന് ചെറുകാതെ പൊടി. പലരും കേട്ടാ ചുന്ദരനും ചുന്ദരി. എന്താടാ ഒരു ശൃംഗാരം? ഇതങ്ങ് ഉറപ്പിക്കട്ടെ. അയ്യടാ, എനിക്കങ്ങ് വേണ്ട. അവക്ക് എന്താണ് ഒരു കുറവ്? എന്താ കാത്തുവേട്ടത്തേക്ക് ഒരു കുറവ്?
അവളുടെ കാര്യം മിണ്ടിപ്പോരുന്ന് പല പ്രാവശ്യം ഞാൻ എന്നാൽ പറഞ്ഞു. ഈ കാര്യം മിണ്ടരുത്. ഇത് മിണ്ടി അത് മിണ്ടും, ഇത് മിണ്ടായിരുന്നു അത് മിണ്ടൂല, അത്ര തന്നെ. ആ. എന്നാ കാശുടി. ആ അപ്പക്കാളെ എവിടെ? ആ ഡാ, അപ്പക്കാളെ. സിന്ദൂര പൊട്ടു തൊട്ട് ചിങ്കാര കൈയും വീശി ഇന്നെന്റെ മുന്നിലൊരു ശ്രീകൃഷ്ണൻ ഇരുന്നു വന്നു. എന്ത് കോപ്രായ നീ കാട്ടുന്നേ? ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധിച്ചു, നടപ്പിനൊക്കെ ഒരു ഗമയുണ്ട്. യു ചേട്ടന്റെ കൊമ്പന്തി, ഏ? ചേട്ടന്റെ കൊമ്പന്തി. കൊമ്പ് ആ, പഴയ കൊമ്പൊക്കെ മുറിച്ചു കളഞ്ഞു. പുതിയ ഒരു പൂങ്കൊമ്പെ പിടിക്കാനുള്ള ആലോചനയില. തെളിച്ചു പറയടാ. പെങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഞാൻ ഇതുവരെ സാധിച്ചു തരാറുണ്ടോ? നീ ഒരു പെണ്ണ് കെട്ടുന്നതൊഴിച്ച് അത്രല്ലേ ഉള്ളൂ. എന്നാൽ ഇനി അക്കാര്യം പറഞ്ഞ് പെങ്ങള് പിടങ്ങണ്ട. ആയിക്കളയാ. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേക്കണേ? എനിക്ക് ഇനി ഒന്നും തരണ്ട, മതി. ഇത്രയും കേട്ടാ മതി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ഇങ്ങനെ ഒരു ബുദ്ധി. ഇത് നമുക്ക് ആഘോഷിക്കണം. എന്ത് വേണേലും വായിക്കോ. ആട്ടെ, ഏതാ പെണ്ണ്? പെണ്ണും പെടക്കോഴിയൊക്കെ കർക്കിടകം കഴിഞ്ഞിട്ട് പറയാം. ഉം, ശുഭകാര്യങ്ങൾ ചിന്തിക്കാൻ പോലും കൊള്ളാത്ത സമയമായത് അതാ. തീരുമാനിച്ചല്ലോ, അത് മതി എനിക്ക്. മണിക്കുട്ട, അടുത്തുള്ള നിന്റെയാ? എന്റെ ചിന്നമോളുടെ കഴിയട്ടെ. അത് ഞാൻ നോക്കിക്കോളാം. അവള് എന്റെ പെങ്ങളാ. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ മതി. തമ്പ്രാഞ്ചേട്ടന്റെ കൈ കൊണ്ട് ഒരു താലികെട്ട് കണ്ടിട്ട് ഞാൻ എന്റെ കാര്യം ചിന്തിക്കുള്ളൂ. ഞാൻ തമ്പാട്ടിയമ്മോട് വാക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ അമ്മേ? അതെ, അവൻ പറഞ്ഞതാ ശരി. ഭഗവതി അനുഗ്രഹിക്കണേ. ഇപ്പൊ തന്നെ പറച്ചിക്കാവി നെയ്വിളക്ക് സേവ ഏർപ്പാടാക്കിയിട്ട് തന്നെ കാര്യം. അയ്യടാ, അയ്യേ, അയ്യേ. ഇങ്ങ് വരി. ഏതാ പെണ്ണ്? കർക്കിടകം കഴിയട്ടെന്നാ പറഞ്ഞേ. ആര് പറഞ്ഞു? തിമ്മയ്യൻ. അയാളുടെ പരട്ട തത്തയും അയാൾ പറഞ്ഞ ഏത് കാര്യമാണ് നടന്നിട്ടുള്ളത്? ഏത് കാര്യമാണ് നടക്കാതിരുന്നിട്ടുള്ളത്? അല്ല, ഏത് കാര്യമാണ് നടന്നിട്ടുള്ളത്? ഇടാ, കഴിഞ്ഞ പൊങ്കലിന് അയാള് പറഞ്ഞ കാളയെ മേടിച്ച് കെട്ടിയോണ്ടല്ലേ നമ്മുടെ വണ്ടി ജയിച്ചത്. അയാള് കരിമ്പ് നട്ടോളാൻ പറഞ്ഞ കൊല്ലം ബാക്കിയുള്ളവരുടെ നെല്ല് മുഴുവൻ മുഞ്ഞു നിന്ന് പോയില്ലേ? അയാളുടെ വാക്ക് കേൾക്കാതെ മേടിച്ച് കെട്ടിയ 3 സിന്ധി പശുക്കൾ ദീനം വന്ന് ചത്തുപോയില്ലേ? തിമ്മയ്യൻ പറഞ്ഞ അച്ചട്ട. അപ്പൊ ഈ പെണ്ണിന്റെ പേരെന്ന് പറഞ്ഞേ? പെണ്ണ് കർക്കിടകം കഴിയട്ടെ. എന്നാ കഴിയട്ടെ. പെണ്ണിനെ എനിക്ക് അറിയാലോ. ആരെ? പേരിന്റെ ആദ്യത്തെ അക്ഷരം പറയട്ടെ. പറ. ചെറിയ കായോ വലിയ കായോ? നീളമുള്ള എല്ലാവർക്കും അറിയാലോ. കാത്തു ചേച്ചി, ഡിങ്കിട ഡിങ്ക, ഡിങ്കിട ഡിങ്ക, കാത്തു ചേച്ചി, കാത്തു ചേച്ചി, ഡിങ്കിട ഡിങ്ക, ഡിങ്കിട ഡിങ്ക, കാത്തു ചേച്ചി. കാത്തു ചേച്ചി. അനയ, വെളുത്തുള്ളി ചമ്മന്തി ഇട്ടലിണ്ട്. ബൈക്കിന്ന് ബയറേണ്ട ചമ്മന്തി ഞാളരച്ചതാ. ഇഷ്ടാവും. വീട് വരെ ഒന്ന് പോയിട്ട് വരാം. പെങ്ങളുടെ കാര്യം ഒന്ന് ഉറപ്പിക്കണം. ആ പെണ്ണിന്റെ കുഴച്ചിലിത്തിരി അധികമുണ്ട്. 1-2 ദിവസമായി ഞാൻ നോക്കുന്നു. അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. പിന്നെ മടങ്ങുമ്പോ ഒരു സാധനം കൊണ്ട് തരൂ. എന്താ? കുറച്ച് കരിവിള. കരിവിള ഇട്ടാ കല്യാണം വേഗം വരുന്ന ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇനി അതില്ലാത്തതിന്റെ ഒരു കുറവേ ഉള്ളൂ. എനിക്ക് വേറെ പണിയുണ്ട് പെണ്ണെ. ഞാൻ നിന്റെ ബാല്യക്കാരനൊന്നുമല്ല. ഞാനൊരു വഴിക്ക് പോകുന്നുണ്ടൊന്നും പറയുന്നില്ല. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്ത് പറ്റി? ഒന്നുമില്ല. മടങ്ങി വരുമ്പോ ഇത്തിരി കരിവിള വാങ്ങിട്ട് വരാൻ പറ്റുമോന്ന് ചോദിച്ചു. അതിനായി തുള്ളല്. കാട്ടുപോത്താ, തനി കാട്ടുപോത്ത്. അതിനെന്താ? ഇതൊക്കെ എന്നോട്
എന്താടാ കിണിക്കുന്നേ? നീ വല്ലതും കണ്ടോ? ഞാക്ക് കാണാൻ പറ്റിയില്ല തമ്പ്ര കണ്ട എന്ത്? ഓള് തുണി അയക്കുന്നത്. ഏറപ്പേ. പോടാ പോടാ. എടാ അവിടെ വന്ന്. ഞാൻ അവളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കി നീ ആരോടും പറയണ്ട കേട്ടോ. കേട്ടോ? ഞാള് കേട്ട്. എന്ത്? തമ്പ്ര മംഗലം കഴിക്കാൻ പോണു. ഓളാണല്ലേ പെണ്ണ്. നീ കൂടുതൽ കിന്നരിക്കൊന്നും വേണ്ട. നിനക്ക് പൈസ വല്ലതും വേണോ? പൈസ ഒന്നും വേണ്ട. പിന്നെ ഒരു പഴയ കുപ്പായ ഇടണമെന്ന് തമ്പ്രാന്റെ വലിയ പുതിയുണ്ട്. ആ ഞാൻ തമ്പ്രാട്ടോട് പറഞ്ഞോളാം, മേടിച്ചോ. ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ ചാട്ടയ്ക്ക് വീക്കും ഞാൻ. ആ കരളെ, എന്റെ മനസ്സിലെ കുരുത്തോല പന്തലിൽ നമ്മൾ ഒന്നാവുന്ന നാളും കാത്ത് കഴിയാണ് ഞാൻ. 1000 മുത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഈ കരിവളകൾ ഇതണിഞ്ഞ് നിന്നെ കാണുമ്പോൾ താളമേളങ്ങളുടെ ഉത്സവമായിരിക്കും എന്റെ മനസ്സിൽ. നിന്റെ ശ്രീകൃഷ്ണേട്ടൻ. ആഹാ ഞാറ് പൊലിച്ചേ മക്കള് വന്നേ കൊയ്തെടുത്തേ. തമ്പ്രാന്റെ മക്കള് കൊയ്തെടുത്തേ. പെണ്ണിനെ കണ്ടേ. ആഹാ വളയും മാലയും കൊടുത്താലൊന്നും ആ പൊണ്ണിന്റെ മനസ്സ് മാറില്ലെന്നാ തത്ത പറയുന്നത്. എന്നാ പിന്നെ ഞാക്കോളം മംഗലം കഴിക്കാൻ വേറെന്താ ഭയന്ന് തത്തയോട് ചോദിക്കടോ. തിമ്മയ്യന്റെ കണ്ണി കാണുന്നത് വെച്ച് നോക്കിയാലേ നേരായ വഴിക്ക് ഒന്നും നടക്കില്ല. ഭയ കുറച്ച് വളഞ്ഞാലോ ഞാക്കോളം മംഗലം കഴിക്കാൻ പറ്റിയാ മതി. അതിനൊരു വഴിയേ ഉള്ളൂ. ഈ നാട്ടിൽ കല്യാണം കഴിക്കാത്ത ആണുങ്ങളോട് നീ എന്ന് പറ അവളെ കെട്ടരുതെന്ന്. അങ്ങനെ ആരെയും കിട്ടാതാവുമ്പോ അവള് നിന്നെ കെട്ടും. ഈ തത്തക്ക് എന്ത് വില വരൂ? തത്തേ വിക്കില്ല. തിമ്മയ്യന്റെ കുഴപ്പ വിൽക്കണ്ട. ഞാളിതിനെ കൊന്നാൽ എത്ര പൈസ തരണമെന്ന് അറിയാനാ. ഇഞ്ഞീന്റെ തത്തയും കൂടി ഞാളെ പെണ്ണിനോട് ഓരോ വേണ്ടാധീനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൊന്ന് പൊട്ടക്കുളത്ത് താക്കുന്ന നായെ.